السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. قم للمعلم وفيه تبجيلا كاد المعلم أن يكون رسولا. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് അതിൻ്റെ മുഹിബ്ബീങ്ങൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുഅല്ലിമീങ്ങളെ അറിയാൻ ഒരു ദിവസം നമ്മുടെ മുഅല്ലിമീങ്ങൾ അവരെ ഏറെ നമ്മൾ അറിയണം. അവരെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം. വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നതായ മുഅല്ലിമീങ്ങൾ, തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന ഈ മുഅല്ലിമീങ്ങൾ അവരുടെ മഹത്വം എന്താണ്? മുഅല്ലിമീങ്ങൾ, ഉലമാക്കന്മാർ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ, മുഅല്ലിമീങ്ങളുടെ സേവനമില്ലാണ്ടാവുമായിരുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ബുഇസ്തു മുഅല്ലിമ, എന്നെ മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. ഖതീബോ മുദർരിസോ ആയിട്ടല്ല. അവിടെ അങ്ങനെയുള്ള ഒരു പദം പറഞ്ഞില്ല. മുഅല്ലിമ എന്നാണ് അവിടെ പറഞ്ഞത്. മുഅല്ലിമിനിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. മുഅല്ലിമിന്റെ സേവനം ഇല്ലാതിരുന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും? മല്ലം യഹ്ദി ബിൽ ഇൽമു അളല്ലൽ ജഹ്ലു. ഇൽമു ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവൻ വഴിപിഴച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇൽമു പകർന്നു കൊടുക്കുന്നത് നമ്മുടെ മുഅല്ലിമീങ്ങളാണ്, നമ്മുടെ ഉസ്താദുമാരാണ്. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ലൗലൽ ഉലമാഉ ലസാറന്നാസു മിസ്ലൽ ബഹായിമി. ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിതം മൃഗത്തിനെ പോലെയാകും. അതുകൊണ്ട് നമ്മുടെ മുഅല്ലിമീങ്ങളുടെ സേവനം വലുതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, സയ്യിദന്മാർ, നമ്മളെ ആക്കിയത് നമ്മുടെ ഉസ്താദന്മാരാണ്. എത്ര നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും, എത്ര ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിയാലും, എത്ര ബിസിനസ് നല്ല ജോലി ചെയ്യുന്നവരായെങ്കിലും നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹ് എന്നുള്ള അക്ഷരത്തിലുള്ള ആദ്യത്തെ അക്ഷരം പഠിപ്പിച്ചു തന്നത് ആരാണ്? അത് നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ മുഅല്ലിമീങ്ങളാണ്. ആ മുഅല്ലിമീങ്ങളെ, ആ ഉസ്താദുമാരെ നമ്മൾ അറിയണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു യഥാർത്ഥ മുഅല്ലിം ആരാണ്? മുഅല്ലിമിന്റെ യോഗ്യത എന്താണ്? അതും മുഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബിമാരെല്ലാം നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ നിസ്കാരത്തിൽ തുമ്മി. ആ തുമ്മിയപ്പോൾ ആ മനുഷ്യൻ, ആ സ്വഹാബി പറഞ്ഞു, അന ഉസല്ലി
ബിസ്സലാ. ഇങ്ങനെ കാണാം, ഇദാ അതാ റജുലുൻ മിനൽ ഖൗമി, ഒരു ഖൗമ് സ്വഹാബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ തുമ്മിയപ്പോൾ എന്താ പറഞ്ഞത്? അന ഉസല്ലി യർഹമുക്കല്ലാഹ്. എവിടെയാ പറഞ്ഞത്? നിസ്കാരത്തിലാണ് പറഞ്ഞത്. അന ഉസല്ലി യർഹമുക്കല്ലാഹ്. നേരത്തെ അങ്ങനെയാണ് തുമ്മിയാൽ യർഹമുക്കല്ലാഹ് അങ്ങനെയാണ് കൽപ്പിച്ചത്. എന്നാൽ സ്വഹാബത്തുൽ കിറാം തുറച്ചു നോക്കുകയാണ്. എല്ലാ സ്വഹാബത്തും ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്? ഈ മനുഷ്യൻ നിസ്കാരത്തിൽ എന്നെ ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്ത് കാര്യമാണ് ചെയ്തത്? അങ്ങനെയുള്ള തെറ്റ് എന്താണ്? ഒന്നും ഒണ്ടിയില്ല, സംസാരിച്ചില്ല. അവസാനം ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു എന്നിട്ട് പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദഹു അഹ്സന മിൻഹു. ഇങ്ങനെയുള്ള മുഅല്ലിമ്, ഇങ്ങനെയുള്ള അധ്യാപകൻ ഞാൻ മുമ്പോ പിമ്പോ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ എന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൂട്ടിപ്പിടിച്ച് വിളിച്ചിട്ട് ചേർത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാഹ്, ഈ നിസ്കാരത്തിൽ ജനങ്ങളുടെ ഈ സംസാരമൊന്നും പറ്റൂല. എന്നിട്ട് ആ സ്വഹാബി പറയുകയാണ്, എന്നെ അടിച്ചിട്ടില്ല, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള മുഅല്ലിം. ഒരു മുഅല്ലിം തന്റെ വിദ്യാർത്ഥിയോട് ഏത് നിലക്കാണ് തെറ്റ് കണ്ടാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മുഅല്ലിമീങ്ങൾക്കുള്ളതായ ഒരു അക്ഷരം പഠിപ്പിച്ചാൽ മുഅല്ലിമീങ്ങൾ അവർ ചെയ്യുന്നതായ സേവനം, അവർ ചെയ്യുന്നതായ നേട്ടം ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടതായ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഉസ്താദിനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്നെ എപ്പോഴും ഇങ്ങനെ ആയത്, എന്നെ ഇങ്ങനെ ആക്കിയത്, ഇന്ന സ്ഥാനത്തിലേക്ക് എത്തിയത് എൻ്റെ ഉസ്താദാണ്. ഒരിക്കലും മറന്നു കളയാൻ വേണ്ടി പാടില്ല. ഉസ്താദിന്റെ പൊരുത്തം വേണം, അതാണ് ഏറ്റവും വലുത്. ഉസ്താദിന്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കാം എല്ലാ ഉസ്താദുമാരുടെയും. അതുകൊണ്ട് മൺമറഞ്ഞു പോയ ഉസ്താദുമാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. ഒരു അറബി കവി പറഞ്ഞല്ലോ, കുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ. മുഅല്ലിമീങ്ങളെ നല്ലോണം ആദരിക്കണം, വളരെ നന്നായി ബഹുമാനിക്കണം. കാരണം ഖദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ, മുഅല്ലിമ് റസൂല് ആവാൻ അടുത്തായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ പ്രവാചകത്വം ആ പദവി ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യവും മുഅല്ലിമിനിക്കുണ്ട്. അവർ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നല്ല റൂട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതല്ലേ ഒരു പ്രവാചകന്റേതായ ദൗത്യം. അതുകൊണ്ട് ആ മുഅല്ലിമീങ്ങളെ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം, അതുകൊണ്ട് മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ മകനിക്ക്, അമ്മാദ് എന്നുള്ള തന്റെ മകനിക്ക് ഒരു ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചപ്പോൾ ഉസ്താദിനിക്ക് ദിർഹം കൊടുത്ത് നമുക്ക് ചരിത്രം അറിയാം. എന്നിട്ട് പറഞ്ഞ്, ഉസ്താദിനിക്ക് എൻ്റെ കൈവശത്ത് ഇതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാവുമായിരുന്നെങ്കിൽ എൻ്റെ ഉസ്താദിന് ഞാൻ എന്താക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ മകനിക്ക് ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ച ഒരു ഉസ്താദാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഓരോ രക്ഷിതാക്കളും ഓരോ മദ്രസയിലും ഓരോ കുട്ടിയിൽ നിന്ന് വിരിക്കുന്ന ഓരോ 50 രൂപയും 100 രൂപയും കുട്ടിയിൽ നിന്ന് നമ്മളെ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി പിരിവിക്കുമ്പോൾ അത് എന്തിനാണ് അതിനെ ചെലവ് ചെയ്യുന്നത്? അവരുടെ വീട് നിർമ്മിക്കാൻ വേണ്ടി,
അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഒരുപാട് ഉസ്താദുമാർ, പാവപ്പെട്ട ഉസ്താദുമാരുണ്ടാവും. ആ ഉസ്താദുമാർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതായ സ്വതക്ക അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കും.